ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് PSC ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പോസ്റ്റിൻ്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാക്റ്റ് സിലബസ് അവൈലബിൾ ആയിട്ടില്ല, പക്ഷേ ഷുവർ ആയിട്ടുള്ള സിലബസ് ആയി വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് സിലബസിന് 9 ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കാം. ആ 9 ഭാഗങ്ങൾ എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിക് ഡിവൈസസ്, 2 ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, 3 ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, 4 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, 5 മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്, 6 കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, 7 പവർ ഇലക്ട്രോണിക്സ്, 8 PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്, 9ാമത്തത് മിസലേനിയസ്. അതിൽ ആദ്യത്തെ 8 സെക്ഷൻസ് നമ്മൾ എന്തായാലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതിൽ 9ാമത്തെ സെക്ഷനിൽ നമ്മൾ ടോപ്പിക്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് സിലബസ് വന്നതിന് ശേഷം ഈ സെക്ഷൻസിൽ ഏതൊക്കെ ടോപ്പിക്സ് മിസ്സായിട്ടുണ്ടോ ആ മിസ്സായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ മിസലേനിയസ് ആയിട്ട് പഠിക്കേണ്ടത്. അത് കാര്യമായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും എക്സ്ട്രാ വരില്ല, ഒരു ഇതൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഓരോ സെക്ഷനായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അതിൽ ഇലക്ട്രോണിക് ഡിവൈസസിൽ വരുന്നതും പ്രധാനമായിട്ട് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകൾ തന്നെയാണ്. അതിൽ 2 ഡിവൈസുകളാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് PN ജംഗ്ഷൻ ഡയോഡും പിന്നെ ഒന്ന് ട്രാൻസിസ്റ്ററും. അതിൽ PN ജംഗ്ഷൻ ഡയോഡിൽ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൽ തന്നെ സെനർ ഡയോഡും ടണൽ ഡയോഡും കൂടെ നമ്മൾ പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആകുമ്പോൾ NPN PNP ട്രാൻസിസ്റ്റർ, പിന്നെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, പിന്നെ മോസ്ഫെറ്റ്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെ N ചാനൽ P ചാനൽ ട്രാൻസിസ്റ്റർ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെ ഡീപ്പായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റർ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയാൽ മതിയാവും. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള സർക്യൂട്ടുകളാണ്. അതായത് റെക്ടിഫയർ സർക്യൂട്ട്, ക്ലിപ്പർ, ക്ലാമ്പർ, വോൾട്ടേജ് മൾട്ടിപ്ലയർ. പിന്നെ അത് റെക്ടിഫയറും ക്ലിപ്പറും ക്ലാമ്പറൊക്കെ ഡയോഡ് വെച്ചിട്ടുള്ള സർക്യൂട്ടാണ്. അതിൽ റെക്ടിഫയറിൽ തന്നെ ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ഉണ്ട്. അതിൽ റെക്ടിഫയറിൽ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് ഫിൽറ്റേഴ്സ്, പിന്നെ ഡയോഡ് ഉപയോഗിച്ചുള്ള ക്ലിപ്പർ, ക്ലാമ്പർ, വോൾട്ടേജ് മൾട്ടിപ്ലയർ. അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. ട്രാൻസിസ്റ്ററിൻ്റെ 3 കോൺഫിഗറേഷൻസ്, പിന്നെ അതിലുള്ള വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ കാൽക്കുലേഷൻ, പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ബയസിങ് മെത്തേഡ്സ്. ബയസിങ് മെത്തേഡ്സിൽ തന്നെ AC DC ലോഡ് ലൈനും ഫ്രീക്വൻസി റെസ്പോൺസും ഗെയിൻ കാൽക്കുലേഷൻ്റെ ഒക്കെ ജസ്റ്റ് ബേസിക്സും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ തന്നെ പിന്നെ വരുന്നത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ്. ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ്, വലിയ സെക്ഷനാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൽ തന്നെ ഡിഫറൻറ്റ് കപ്ലിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതേപോലെ കാസ്കേഡ് ആൻഡ് കാസ്കോഡ് ആംപ്ലിഫയേഴ്സ്, പിന്നെ ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ്, പിന്നെ FET വെച്ചിട്ടുള്ള 2 ആംപ്ലിഫയേഴ്സ്, CS-ഉം CD ആംപ്ലിഫയേഴ്സും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ തന്നെ കുറച്ചും കൂടെ പോർഷൻസ് ബാക്കിയുണ്ട്. അതായത് ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട്സുകളാണ് പിന്നെ വരുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ് എന്താണ്, അതിന് ആ ബേസിക് കാര്യങ്ങളൊക്കെ അറിയണം. അത് കഴിഞ്ഞ് ഓസിലേറ്റേഴ്സിൽ ബാർക്ക് ഹോസൻ ക്രൈറ്റീരിയ, പിന്നെ ഡിഫറൻറ്റ് ഓസിലേറ്റേഴ്സ്, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ്, LC ഓസിലേറ്റർ, അതായത് ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ്സ് ഓസിലേറ്റർ, ബ്രിസ്റ്റൽ ഓസിലേറ്റർ, അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ടുള്ള മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട്സ്, അതിൽ തന്നെ അസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ സർക്യൂട്ട്സ്, പിന്നെ പവർ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻസ്. എല്ലാ തരം പവർ ആംപ്ലിഫയേഴ്സിൻ്റെയും ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ടോപ്പിക്സുകളാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്, 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെച്ചിട്ടാണ്. അതുകൂടെ അതിൽ നിന്ന് നേരെ ഓപ്പാമ്പിലേക്ക് കടക്കും. ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, CMRR, സ്ലീവ് റേറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി പോകണം. അത് കഴിഞ്ഞിട്ട് ഓപ്പാമ്പിൻ്റെ സർക്യൂട്ട്സ് ആണ്. ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ട്സ്, അതായത് ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, സബ്ട്രാക്ടർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ നോൺ ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ട്സ് ഉണ്ട്. നോൺ ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ലോഗ്, ആൻറ്റി ലോഗ് ആംപ്ലിഫയർ, ഷ്മിറ്റ് ട്രിഗർ, കമ്പറേറ്റർ, അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, മൾട്ടിവൈബ്രേറ്റർ, അങ്ങനെ കുറച്ച് ഫിൽറ്റേഴ്സ്, സോ ടൂത്ത് ജനറേറ്റർ, ഓസിലേറ്റേഴ്സ്, ഇതൊക്കെ നോൺ ലീനിയർ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി പോകണം. അത് കഴിഞ്ഞ് പിന്നെ അതിൽ വരുന്ന 555-ൻ്റെ ബ്ലോക്ക് ഡയഗ്രാണ്. 555-ൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്ന സമയത്ത് അതിൽ ബ്ലോക്ക് ഡയഗ്രം മാത്രം പോരാ, അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ ഓപ്പറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 സെക്ഷൻ എന്ന് പറയുന്നത് VCO ആൻഡ് PLL, വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്ററും ഫേസ് ലോക്ക്ഡ് ലൂപ്പും, അതിൻ്റെ ബേസിക് വർക്കിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് കമ്മ്യൂണിക്കേഷൻ ലാബിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് 2-3 സർക്യൂട്ടും കൂടെ, അതായത് ഓപ്പാമ്പിൻ്റെ ഡിഫറൻഷ്യേറ്റർ ഇൻ്റഗ്രേറ്റർ, മില്ലർ ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് ജനറേറ്റർ, വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ, കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ, ഇത്രയും സെക്ഷൻസ് ആണ് ഈ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അത് കഴിഞ്ഞ് 4ാമത്തെ ടോപ്പിക്സ് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമായിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഡെസിമൽ നമ്പർ സിസ്റ്റംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈനറി കോഡ്സ്, ആൽഫാ ന്യൂമറിക് കോഡ്സ്, ഗ്രേ കോഡ്, BCD കോഡ്, XS3 കോഡ്. അത് കഴിഞ്ഞിട്ട് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് എന്താണ്, വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ് കോഡ് എന്താണ്, എറർ ഡിറ്റക്ഷൻ കോഡിൽ പാരിറ്റി കോഡ്സ് എന്താണ്, ഹാമിംഗ് കോഡ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബുലിയൻ ആൾജിബ്രയുടെ തിയറവും ഡിമോർഗൻസ് തിയറവും ആണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ലോജിക് ഗേറ്റ്സ്, ലോജിക് ഫങ്ഷൻസ്, ട്രൂത്ത് ടേബിൾ, ലോജിക് ഫംഗ്ഷൻ നമ്മളെങ്ങനെ ക്യാം ആപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിജിറ്റലിൽ നമുക്കെല്ലാവർക്കും ഒരുവിധം അറിയുന്ന കാര്യങ്ങളും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് ഡിജിറ്റലിലെ കോമ്പിനേഷൻ സർക്യൂട്ട്സിലേക്ക് പോവാണ്. കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഡിമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ തുടങ്ങിയ സർക്യൂട്ടുകളൊക്കെ നമ്മൾ വായിച്ചു പോകണം. നിങ്ങൾക്ക് സിലബസ് ഈ പറയുന്നതിനനുസരിച്ച് വായിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ടോപ്പിക്സ് കണ്ടുപോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ടോപ്പിക്സും വായിക്കുന്നില്ല. കോമ്പിനേഷൻ സർക്യൂട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, RS, JK, TD ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, പിന്നെ അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള കൗണ്ടർ, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടർ, അപ്പ് ഡൗൺ കൗണ്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സിൽ മെയിനായിട്ട് മൈക്രോ പ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചർ, 8086 മൈക്രോ പ്രൊസസ്സറാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ആർക്കിടെക്ചർ, പിന്നെ അതിൻ്റെ അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, സാമ്പിൾ ആയിട്ടുള്ള ചില പ്രോഗ്രാംസ് ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കാം, പറയാൻ പറ്റില്ല. സാധാരണ ലെക്ചർ പോസ്റ്റിനൊക്കെയാണ് പ്രോഗ്രാം ചോദിക്കാറുള്ളത്. പക്ഷേ ലാബ് ഓറിയൻറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പം പ്രോഗ്രാമിംഗ് ചോദിച്ചുകൂടായില്ല. പിന്നെ അതുപോലെ തന്നെ 8086 ഇൻറ്ററപ്റ്റ്, മാക്സിമം ആൻഡ് മിനിമം മോഡ്, പിന്നെ 8086 ഇൻ്റർഫേസിംഗ് ഉണ്ട്, 8255, 8359, അങ്ങനെ കുറച്ച് ഇൻ്റർഫേസിംഗ് ചിപ്സ്. എന്താണ് ഇൻ്റർഫേസിംഗ് ചിപ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതിയാവും. അതിൻ്റെ ഡീറ്റെയിൽഡ് സർക്യൂട്ട്സ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് മൈക്രോ കൺട്രോളറിൽ വരുന്ന 8051 മൈക്രോ കൺട്രോളറാണ്. 8051 മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചർ, ഇൻറ്ററപ്റ്റ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, പ്രോഗ്രാം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു വലിയ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചോദിക്കും. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ജനറേഷൻ, ഡിറ്റക്ഷൻ, പിന്നെ DSB, SSB, BSB, അതേപോലെ AM ട്രാൻസ്മിറ്റർ എന്താണ് എന്നുള്ളത്, അതേപോലെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്താണ്, ട്രാൻസ്മിറ്ററും റിസീവറും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നോയ്സ് അനാലിസിസ്, ഒരു AM റിസീവറിനകത്ത് നോയ്സ് അനാലിസിസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫ്രീക്വൻസി മോഡുലേഷനാണ്. ഫ്രീക്വൻസി മോഡുലേഷനിൽ നാരോ ബാൻഡും വൈഡ് ബാൻഡ് FM-ഉം, പിന്നെ FM-ൻ്റെ ജനറേഷൻ മെത്തേഡ്, FM-ൻ്റെ ഡിറ്റക്ഷൻ ടെക്നിക്സ്, പിന്നെ അതുകൂടാതെ പ്രീ എംഫസിസും ഡി എംഫസിസും എന്താണെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഫേസ് മോഡുലേഷനാണ്. ഫേസ് മോഡുലേഷൻ്റെ ബേസിക്സ് മാത്രം അറിഞ്ഞാൽ മതിയാവും. ജനറേഷൻ മെത്തേഡ്സ് കാര്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റൽ മോഡുലേഷനിലേക്ക് കടക്കുകയാണ്. ഡിജിറ്റൽ മോഡുലേഷനിൽ തന്നെ സാമ്പിളിംഗ് തിയറം, പിന്നെ ഡിഫറൻറ്റ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്, PCM, PAM, PPM, PWM, അതിൻ്റെ ജനറേഷനും ഡിമോഡുലേഷൻ, അതേപോലെ തന്നെ ASK, FSK, PSK, MSK, QPSK, BPSK, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറേഷൻ, ഡിറ്റക്ഷൻ മെക്കാനിസം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മൈക്രോവേവ് ഡിവൈസിൻ്റെ പോർഷനും കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലാബ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മൈക്രോവേവിൻ്റെ ലാബ് വരാറുള്ളതാണ് എഞ്ചിനീയറിംഗിനാണെങ്കിലും ഡിപ്ലോമയ്ക്കാണെങ്കിലും. അപ്പോൾ മൈക്രോവേവ് ഡിവൈസിൽ ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ, TWT, പിന്നെ ഇമ്പാറ്റ്, ട്രിപ്പാറ്റ്, ഡയോഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്താണ്, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ തന്നെ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സിൽ മെയിനായിട്ട് വരുന്നത് തൈറിസ്റ്റേഴ്സ് ആണ്. തൈറിസ്റ്റേഴ്സിൽ SCR, UJT, ട്രയാക്ക്, ഡയാക്ക്, SCS, IGBT, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ തൈറിസ്റ്റേഴ്സിൻ്റെ ട്രിഗറിങ് ആൻഡ് കമ്മ്യൂട്ടേഷൻ സ്കീംസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ കൺവേർട്ടേഴ്സ്, സീരിയൽ പാരലൽ ഇൻവേർട്ടർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ്, ചോപ്പേഴ്സ്, സൈക്ലോ കൺവേർട്ടർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ മെയിനായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. അടുത്തത് എന്ന് പറയുന്നത് PLC, ഒപ്റ്റോ ഇലക്ട്രോണിക് ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്. ഈ PLC എന്ന് പറയുന്നത് ഒരു ലാബായിട്ട് വരാറുണ്ട് ഡിപ്ലോമയ്ക്ക്. അപ്പോൾ PLCയുടെ ബേസിക്സ് അറിയണം, അതിൻ്റെ പ്രോഗ്രാമിംഗ് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ആണെങ്കിൽ LDR, ഫോട്ടോ ഡിയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, പിന്നെ LED, ലേസർ, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകണം. പിന്നെ അത് കഴിഞ്ഞ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ മൾട്ടിമീറ്റർ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അക്യുറസി, സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി, റെസൊല്യൂഷൻ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പിന്നെ വരുന്നത് CRT, DSO, സ്പെക്ട്രം അനലൈസർ, അതിൻ്റെയൊക്കെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ലാബ് പോസ്റ്റ്, ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്നത് ലാബിലെ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ DSO ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബുകളെ പറ്റിയും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെ പറ്റിയും ഇൻറ്റേർണൽ ടെക്നോളജീസിനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതിൻ്റെ അകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻസ് ആക്കി തിരിച്ചിട്ടുള്ളത്. ഇനി 9ാമത്തെ സെക്ഷനായിട്ടുള്ള മിസലേനിയസ് എന്ന് പറയുന്നത് നമ്മൾ സിലബസ് വന്നതിന് ശേഷം, ഒറിജിനൽ സിലബസ് PSC സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം പഠിക്കേണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ ഇത്രയും ടോപ്പിക്സ് വെച്ചിട്ട് നമ്മൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഈ ടോപ്പിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ടെക്നിക്കൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അങ്ങനെയാകുമ്പോൾ പുതിയ ക്ലാസ്സുകൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.